ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് വലിയ കൈപ്പക്ക പാവയ്ക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് അധികം കനം കുറച്ചിട്ടല്ല, കുറച്ചൊരു തിക്കായിട്ട്, എന്നാൽ ഒരുപാട് കട്ടിയിലും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. അതിൻ്റെ പുറത്ത് ചെറിയൊരു അടയാളം കണ്ടെങ്കിൽ കൂടെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ രണ്ടും അങ്ങനെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തു. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പാവയ്ക്ക ഫ്രൈ ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പാവയ്ക്കും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി ചേർത്തതിനേക്കാൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നല്ല അത്യാവശ്യം നന്നായിട്ട് നമ്മൾ തുടച്ചൊക്കെ എടുത്തിട്ടുള്ള പാവയ്ക്കാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒരു മഞ്ഞൾപ്പൊടി ഉപ്പ് എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് ഒരുപാട് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ സമയത്ത് നമ്മൾ ഇതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കുന്ന ഭാഗം ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു പരന്നൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ ചീനച്ചട്ടിയിലൊക്കെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഏകദേശം 1/3 ഭാഗത്തോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ചീനച്ചട്ടിയിലേക്ക് കുറേ എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എണ്ണ കുറേ ബാക്കിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേശ്ശായിട്ട് പരന്ന പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒന്നും ഇങ്ങനെ കുക്കായിട്ടുണ്ട്, ഒരുപാട് അങ്ങ് കളർ മാറിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുക്കായതിന് ശേഷം നമ്മളെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ സൈഡ് ഏകദേശം ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഈ ഒരു സൈഡൊന്ന് ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സൈഡിലേക്ക് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കണം. കാരണം ആദ്യം നമ്മൾ ഒരുപാട് കുക്കാവാതെ തന്നെ ജസ്റ്റ് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തൊന്ന് ആ ഒരു എണ്ണയൊക്കെ എത്തുന്ന രീതിയിൽ ഫ്രൈ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കത് ഇതുപോലെ ഒരുമിച്ച് തന്നെ ഇളക്കി കൊടുക്കാം, അത് മുറിഞ്ഞു പോകുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആദ്യം കുറച്ച് എണ്ണയിലായതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും എത്താത്തതുകൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പാകത്തിന് തന്നെ ഇത് കോരി മാറ്റുകയാണ്, ഒരുപാട് അങ്ങ് ഡാർക്ക് ആവാതെ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെ വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അധികം അങ്ങ് ഫ്രൈ ആകുമ്പോൾ കരിഞ്ഞ പോലത്തെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒരു ഹാഫ് കുക്കായിട്ട് വരുന്നതാണ് കേട്ടോ. നല്ലൊരു ഫ്രൈ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, ആ ഒരു പച്ച ടേസ്റ്റ് നിൽക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ടൊന്ന് ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം കണ്ടില്ലേ, കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ എണ്ണ അങ്ങനെ തന്നെയുണ്ട് കേട്ടോ. നമുക്ക് ഈ കയ്പ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എണ്ണ ആവുമൊന്നുമില്ല. അപ്പോൾ അത് നമ്മളിതാ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പാവയ്ക്കയുടെ ഫ്രൈ നമ്മൾ പല ടൈപ്പിൽ ചെയ്തെടുക്കാറുണ്ട്. നമ്മൾ വറ്റലാക്കിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വറ്റലൊക്കെ ആക്കി ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ പച്ചയിൽ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. നമ്മൾ കുറച്ചധികം മഞ്ഞൾപ്പൊടി ചേർത്തോടെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. നിങ്ങൾ ഇതുപോലെ പാവയ്ക്ക ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പാവയ്ക്കെങ്കിലും വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രക്കും ടേസ്റ്റ് തന്നെയാണ്. ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ടാവും, എന്നാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. കുഞ്ഞു കുട്ടികളൊന്നും അത്ര കഴിക്കില്ല കേട്ടോ, ചെറിയൊരു കയ്പ്പുള്ളതുകൊണ്ട് തന്നെ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.